ഇന്ന് പെസഹ വ്യാഴാഴ്ച. ഇന്നീ ദിവസം കർത്താവ് നമുക്ക് 2 സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. പൗരോഹിത്യം എന്ന കൂദാശയും പരിശുദ്ധ കുർബാന എന്ന മഹാകൂദാശയും നമുക്ക് നൽകുന്നുണ്ട് കർത്താവ്. അത് മാത്രമല്ല, ഈശോയുടെ അവസാനത്തെ അത്താഴം കൂടിയാണ്. തന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള ഒരു അത്താഴം കൂടിയാണ് ഈ ഒരു പെസഹ വ്യാഴം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈശോ തന്റെ അവസാനത്തെ അത്താഴം പങ്കിടുന്നത് 12 പേരോടൊപ്പമാണ്, തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം. ഈ കൂട്ടത്തിൽ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവനുണ്ട്, തന്നെ തള്ളിപ്പറയാൻ പോകുന്നവനുണ്ട്. പക്ഷെ ഇതൊന്നും വകവെക്കാതെ തന്റെ രക്തവും തന്റെ ശരീരവും വിഭജിച്ച് കൊടുക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാർക്കായിട്ട്. ഇതിന് തൊട്ടു മുൻപ് കർത്താവ് പാദം കഴുകുന്നുണ്ട് എല്ലാ ശിഷ്യന്മാരുടെയും. ഈ ഒരു സമയത്ത് കർത്താവിനറിയാം തന്റെ കൂട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ ചുങ്കക്കാരുണ്ട്, ഫരീസിയരൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ ഇതൊന്നും കർത്താവ് നോക്കുന്നില്ല. പകരം അവരെ സ്നേഹത്തോടെ അവരുടെ പാദങ്ങൾ കഴുകി കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഈശോയിൽ കാണേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. ഇതിനെ ഞാൻ സെൽഫ്ലെസ് ലവ് അല്ലെങ്കിൽ അൺഫോർഗീവിങ് ലവ് എന്നൊക്കെ പറയാം. ക്ഷമിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ എല്ലാം നൽകുന്ന സ്നേഹം. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാത്തൊരു സ്നേഹമാണ് കർത്താവിൻ്റെ. ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇന്നീ ദിവസം നമുക്ക് ഈ കൃപയ്ക്കും കൂടിയായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ സ്നേഹിക്കാനും ഈശോയെ പോലെ നമുക്ക് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ടും ഈശോയെ പോലെ സേവിക്കാനുള്ള കൃപയ്ക്കായിട്ടും കൂടി നമുക്ക് ഇന്നീ ദിവസം പ്രാർത്ഥിക്കാം. ആമേൻ.